ടെക് ലോകത്തെ വാർത്തകൾ. ഓഡിയുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് 7-സീറ്റർ SUV ആയ Q9 ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ലോഞ്ച് 2027-ലാണ്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ഔഡി തങ്ങളുടെ ഏറ്റവും വലിയതും ഏറ്റവും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് SUVയുമായ Q9 ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. Q7 മുകളിലായാണ് പുതിയ മോഡലിന്റെ സ്ഥാനം. ഇന്ത്യയിൽ 2027 രണ്ടാം പാദത്തിൽ വാഹനം അവതരിപ്പിക്കുമെന്നും പ്രാദേശികമായി അസംബിൾ ചെയ്ത് വിൽപ്പന നടത്തുമെന്നും കമ്പനി അറിയിച്ചു. 3 നിര സീറ്റുകളുള്ള 7-സീറ്റർ SUVയായ Q9-ൽ 6-സീറ്റർ ക്യാപ്റ്റൻ ചെയർ പതിപ്പും ഓപ്ഷനായി ലഭിക്കും. ഡിജിറ്റൽ മാട്രിക്സ് LED ഹെഡ്ലാമ്പുകൾ, കർവ്ഡ് ഡിജിറ്റൽ OLED ടെയിൽ ലാമ്പുകൾ, ട്രിപ്പിൾ സ്ക്രീൻ ഡാഷ്ബോർഡ്, പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് മസാജ് ഫ്രണ്ട് സീറ്റുകൾ, അഡ്വാൻസ്ഡ് ADAS സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. എഞ്ചിൻ ഓപ്ഷനുകളിൽ ട്വിൻ ടർബോ V6 പെട്രോൾ, V6 ഡീസൽ യൂണിറ്റുകൾ ഉൾപ്പെടും. കൂടുതൽ കരുത്തുള്ള SQ9 പതിപ്പിൽ 4.0 ലിറ്റർ ട്വിൻ ടർബോ V8 പെട്രോൾ എഞ്ചിനാണ് ഒരുക്കിയിരിക്കുന്നത്. ജർമ്മനിയിൽ Q9ന്റെ പ്രാരംഭ വില ഏകദേശം 1.18 കോടി രൂപയാണ്. ഇന്ത്യയിൽ ഇത് BMW X7, മെഴ്സിഡസ് ബെൻസ് GLS തുടങ്ങിയ ആഡംബര SUVകൾക്ക് ശക്തമായ എതിരാളിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI വിപ്ലവം ഇലക്ട്രോണിക്സ് വിപണിയെയും ബാധിക്കുന്നു. ചിപ്പ് ക്ഷാമം രൂക്ഷമായതോടെ സ്മാർട്ട് ഫോൺ മുതൽ TV വരെയുള്ളവയുടെ വില വരും മാസങ്ങളിൽ ഉയരാൻ സാധ്യത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വൻ വളർച്ച ആഗോള ഇലക്ട്രോണിക്സ് വിപണിയിൽ പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. AI ഡാറ്റാ സെന്ററുകൾക്കായുള്ള ആവശ്യകത കുത്തനെ ഉയർന്നതോടെ DRAM, NAND പോലുള്ള മെമ്മറി ചിപ്പുകളുടെ ലഭ്യത കുറയുകയും ലോകമെമ്പാടും ചിപ്പ് ക്ഷാമം രൂക്ഷമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം ഉപഭോക്തൃ ഇലക്ട്രോണിക് വിപണിയിലേക്കും വ്യാപിക്കുകയാണ്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് TVകൾ, ഗെയിമിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് ഇതിനകം തന്നെ വർദ്ധിച്ചു. അതിനാൽ ഡെൽ, ലെനോവോ, ഷവോമി തുടങ്ങിയ നിരവധി കമ്പനികൾ വില ഉയർത്തുകയോ ചില മോഡലുകളുടെ സവിശേഷതകളിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ക്വാൽകോമിനും സെപ്റ്റംബർ മുതൽ പ്രോസസ്സറുകളുടെ വില ഇരട്ട ശതമാനത്തിൽ വർദ്ധിപ്പിക്കുമെന്ന് ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. AI സെർവറുകൾക്ക് ആവശ്യമായ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി ചിപ്പുകളുടെ ഉൽപ്പാദനത്തിനാണ് പ്രമുഖ നിർമ്മാണ കമ്പനികളായ സാംസങ്, SK ഹൈനിക്സ്, മൈക്രോൺ എന്നിവർ മുൻഗണന നൽകുന്നത്. ഇതുമൂലം സാധാരണ ഉപഭോക്തൃ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന മെമ്മറി ചിപ്പുകളുടെ ലഭ്യത കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യം 2027 വരെയും തുടർന്നേക്കാമെന്നാണ് വിപണി ഗവേഷണ സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ. വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം 2026-ൽ സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് 5 മുതൽ 20% വരെ വില വർധനയുണ്ടായേക്കും. പുതിയ ചിപ്പ് നിർമ്മാണശാലകൾ പ്രവർത്തനക്ഷമമാകാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഉപയോക്താക്കൾക്ക് ഉയർന്ന വില തുടർന്നും നേരിടേണ്ടി വരുമെന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെലിഗ്രാം സ്ഥാപകൻ പാവൽ ദുരോവിനെതിരെ റഷ്യ കേസെടുത്തു. ഭീകരവാദത്തിന് സഹായം നൽകിയെന്നാണ് ആരോപണം. മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന്റെ സ്ഥാപകനും CEOയുമായ പാവൽ ദുരോവിനെതിരെ ഭീകരവാദത്തിന് സഹായം നൽകിയെന്ന കുറ്റം ചുമത്തി റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസാണ് കേസെടുത്തത്. ടെലിഗ്രാമിലെ ചില ചാനലുകളും ബോട്ടുകളും ഉപയോഗിച്ച് യുക്രൈൻ അനുകൂല സംഘങ്ങൾ റഷ്യയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും യുവാക്കളെ ആക്രമ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് റഷ്യയുടെ ആരോപണം. കേസിന്റെ ഭാഗമായി പാവൽ ദുരോവിനെ അന്താരാഷ്ട്ര വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും റഷ്യ അറിയിച്ചു. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ദുബായിലാണ് ദുരോവ് താമസിക്കുന്നത്. ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ പൗരത്വവും അദ്ദേഹത്തിനുണ്ട്. അതേസമയം റഷ്യയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പാവൽ ദുരോവ് മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത്. സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന്റെ പേരിൽ ടെലിഗ്രാം സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ടെലിഗ്രാമിനെതിരെ റഷ്യ നടപടികൾ ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ കേസ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.